പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ലൊരു സമയക്കാലം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്നൊരു ചിന്ത ദൈവമക്കളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകളും ചില പ്രതിസന്ധികളും നമ്മളെ ഒരിക്കലും തകർത്ത് കളയാനോ നമ്മളെ മുടിച്ച് കളയുവാനോ അല്ല. ദൈവം നമ്മളെ അതിനകത്തോട് ആഗ്രഹിക്കുന്നത് നല്ല പണിഞ്ഞ് നല്ലൊരു പൊന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാട്ടുകാരൻ പറയുന്നത് പോലെ നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല ഈ വേദന അല്ലെങ്കിൽ ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ലൊരു പൊന്നാക്കി എടുക്കുവാൻ. ഒരു സ്വർണം അതിൻ്റെ രൂപത്തിൽ ഒരു കമ്മലായി മാലയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിലേക്ക് വരുന്നതിന് മുന്നമേ അതിനൊരു രൂപമില്ലായിരുന്നു. പക്ഷെ ആ രൂപത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേദനയുള്ളൊരു പ്രോസസ്സാണ്. തീയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു, പല വേദനകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഇതൊരു നല്ലൊരു രൂപമായി, കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒരു രൂപമായി പുറത്തു വരുന്നത് അല്ലേ. അതുപോലെയാ നല്ലൊരു പൊന്നാക്കി എടുക്കുവാൻ അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കടത്തിവിടുന്ന ചില ശോധനകളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതിനകത്ത് കർത്താവ് പറയുന്നത് ആ ഒരു പ്രതിസന്ധിയിൽ തകർന്നു പോകാതെ, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം, ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ അവിടെ അങ്ങ് പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ പിടിച്ചു നിന്ന്, അല്ലെ കർത്താവ് അപ്പോഴും നമ്മളോട് പറഞ്ഞു നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. അല്ലെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലെ അവിടെയും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ എന്നെ വിടുവിക്കുന്ന ദൈവം, അല്ലെങ്കിൽ എന്നെ നടത്തുന്ന ദൈവം ഈ വിഷയത്തിനകത്തും എന്നെ നടത്തുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ വേദനയുടെ തീച്ചൂള ഉണ്ടല്ലോ, നിന്നെ നല്ലൊരു പൊന്നാക്കി പുറത്തെടുക്കാൻ, നിന്റെ ജീവിതത്തിലെ ചില നന്മകൾ വരുവാനാ, അല്ലെ കഷ്ടതയുടെ അനുഭവങ്ങൾ മാറി നമ്മളെ സന്തോഷത്തെ കർത്താവ് ഉടുപ്പിക്കും. നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകൾ മാറും. അത് അല്ലെങ്കിൽ കണ്ണുനീര് മാറി നിന്റെ മുഖത്ത് ചിരി വരുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ട് ഹല്ലേലൂയ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഇപ്പോൾ കടന്നു പോകുന്ന ചില കഷ്ടങ്ങളുണ്ടല്ലോ, ചില പ്രതിസന്ധികളുണ്ടല്ലോ, ഹല്ലേലൂയ അവിടെയൊന്നും തളർന്നു പോകരുത്. നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് പറയുന്നത് ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടന്നാലും അല്ലെങ്കിൽ അത് നിന്റെ മീതെ കവിഞ്ഞു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നദികൾ നിന്നെ മുക്കിക്കളയത്തില്ല. ഒരു തീച്ചൂളയ്ക്ക് നിന്നെ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. എത്ര തീയുടെ വേദന അനുഭവപ്പെടുന്ന വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, തീയുടെ അനുഭവങ്ങൾ വന്നാലും അത് വിഴുങ്ങിക്കളയാൻ കർത്താവ് അനുവദിക്കില്ല. കർത്താവ് പറയുന്നേ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ തന്നെ ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ പ്രത്യാശയോടായിരിക്കുക. നിന്റെ വിശ്വാസത്തിന് ഭംഗം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. കഷ്ടങ്ങളിൽ പതറിപ്പോകരുത്, നഷ്ടങ്ങളിൽ ഹല്ലേലൂയ തകർന്നു പോകരുത്. അവിടെയും പിടിച്ചു നിൽക്കുക. നിനക്കു വേണ്ടി നല്ലൊരു സമയം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് തക്ക സമയത്ത് തന്നെ വെളിപ്പെടും. ദൈവത്തിന്റെ ഹിതത്തിനായി കാത്തിരിക്കുക. ദൈവമക്കളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.